ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഈശോയ്ക്ക് രൂപാന്തരീകരണം ഉണ്ടാകുകയാണ്. വസ്ത്രങ്ങളൊക്കെ ധവളമാകുകയാണ്. മോശയും ഏലിയാവൊക്കെ അടുത്ത് വരികയാണ്. അതിനുശേഷം പിതാവിൻ്റെ വചനം കടന്നു വരികയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുന്നു. പിതാവ് പുത്രനിൽ സംപ്രീതനായിരിക്കുന്നു. കാരണം പിതാവിൻ്റെ വാക്കുകൾ അതേപടി പാലിക്കുവാനായിട്ട് പുത്രൻ വന്നത്. അത് തന്നെ പുത്രൻ ചെയ്തുകൊണ്ടിരിക്കും. നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഒന്ന് ചിന്തിച്ചേ. ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രിയാണ്, ഇവളിൽ ഞാൻ സംപ്രീതനായിരിക്കും. ഒന്നേ ഉള്ളൂ, ദൈവഹിതം അന്വേഷിക്കുക, അതിന് ജീവിതത്തിൽ വില കൊടുക്കുക, കർത്താവിൻ്റെ പ്രീതി നേടിയെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൊടുക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാം. ഈശോയെ, നിൻ്റെ ഹിതത്തിന് വില കൊടുക്കുവാനായിട്ട്, നിൻ്റെ ശക്തിയാൽ ജീവിതത്തെ എപ്പോഴും ക്രമീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ ദൈവമേ.